കുറേ സാധനങ്ങളും ഡ്രസ്സും ഒക്കെ ഇട്ട് ഞാൻ കയറിയിട്ട് ഞാൻ കാണുന്ന രൂപം വെന്റിലേറ്ററിലാണ് എൻ്റെ അനിയൻ. വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ അനിയൻ്റെ ഇവൻ്റെ ഈ സൈഡ് ഇത്രയും സൈഡാണ് ഇവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെയാണ് സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ബ്രെയിൻ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവർ ഇത്രയും സൈഡാണ് ഇവരിങ്ങനെ ഓപ്പറേഷൻ ചെയ്തേക്കുന്നത്. ഞാൻ ചെന്ന സമയത്ത് കാണുന്നത് ഇവൻ്റെ തലയുടെ ഇത്രയും ഭാഗം പൊളിച്ച് വെച്ചേക്കുക. ഒരു മനുഷ്യനത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോധം കെട്ട് വീഴും. ഇത്രയും ഭാഗം ഇങ്ങനെ പൊളിച്ച് തുറന്ന് വെച്ചിട്ട് ഇവൻ്റെ തലച്ചോറ് മാറ്റി വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഓസ് പോലൊരു സാധനം, അതിങ്ങനെ താഴെ ഒരു ജാറ് പോലൊരു സാധനം അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കൊടുകൂടാ ഇതിനകത്തുനിന്ന് ഒഴുകുക, ബ്ലഡ് ഈ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതെന്താ പറഞ്ഞാൽ പ്രഷർ തലയിൽ പോകാണ്ടിരിക്കാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത് കണ്ട് അപ്പം താഴെ വന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോടും എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതുപോലെ അവൻ്റെ ഫുള്ള് മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സമാധാനിച്ചു. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ് എനിക്ക് തന്നത്. ഒരിക്കലും ഇല്ലാത്തൊരു ധൈര്യവും ശക്തി എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ സമാധാനിച്ച് ഞാൻ ഇരിക്കുക. ഞാൻ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോഴും എവിടെയോ എൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് കിടക്കുന്ന പോലെ എനിക്ക് മൊത്തത്തിലൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം, അതായത് ഇവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ആളിപ്പോഴും വെന്റിലേറ്ററിലാണ്, കാരണം ഇവന് കാർഡിയക് അറസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആൾ കോമയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇവൻ്റെ തലയിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മൂന്നുമാണ് അവർ പറഞ്ഞ ചാൻസ്. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, ദൈവമേ വേറൊന്നും വരല്ലേ എന്നുള്ളത്. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ മൈൻഡ് ഫുള്ള് പോയി. അപ്പം ചെക്ക് ചെയ്താൽ പറയണ ഈ ഓപ്പറേഷൻ ചെയ്ത സൈഡ് ഇൻഫെക്ഷനായിട്ട് മെനിഞ്ചറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് അത് മാറി ഇവന്. അപ്പം നമ്മുടെ പ്രതീക്ഷ പിന്നെ ഇതായി. എന്നിട്ട് എൻ്റെ ഉള്ളിൽ അമ്മയും അച്ഛനും ഒക്കെ ആകെ ഇതായി. ഞാൻ പറഞ്ഞു, ദൈവം കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഞാൻ മുന്നമേ പറഞ്ഞു, ദൈവമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, കൊണ്ടുപോയിക്കോ, പക്ഷെ അവനെ എനിക്ക് തിരിച്ചു തരണേ തന്നിട്ട് ദൈവമായിട്ട് എനിക്ക് തിരിച്ചു തന്നത്, അവൻ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അതുപോലെ കറക്റ്റ് ഒരാഴ്ച അവന് കിടന്നു. അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെയായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു. ഇപ്പോൾ അവൻ ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു അവൻ്റെ ഓപ്പറേഷൻ. ഫെബ്രുവരി